എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാമെന്ന് അടിച്ചോടിക്കുന്ന എന്ന നിലയിലെത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി. കേരള ന്യൂസ് 60 വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകട്ടെ. വാർത്തയിലേക്ക്. സുരേഷ് ഗോപി 27 ദിവസങ്ങൾക്ക് ശേഷം വന്ദേ ഭാരത് ട്രെയിനിൽ ഇന്ന് തൃശ്ശൂരിൽ വന്നിറങ്ങിയപ്പോ ഞാൻ പ്രതീക്ഷിച്ചു സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുമെന്ന്. മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പിറകെ മൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. സുരേഷ് ഏട്ടാ എന്തേലും പറ സുരേഷ് ഏട്ടാ, ഈ ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണല്ലോ ഉയർന്നു വന്നിട്ടുള്ളത്. താങ്കളുടെ പേരിൽ, താങ്കളുടെ സഹോദരന്റെ പേരിൽ, അങ്ങനെ മൊത്തത്തിൽ അടപടലം ആരോപണങ്ങളാണല്ലോ സുരേഷ് ഏട്ടാ, എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു. സുരേഷ് ഗോപി ഇല്ല, ഞാൻ മൗനം വെടിയില്ല, മൗനവ്രതത്തിലാണ് ഞാൻ എന്ന രീതിയിൽ സുരേഷ് ഗോപി ഇങ്ങനെ നടന്നു. ശേഷം ഇന്നലെ അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണാൻ അദ്ദേഹം ആശുപത്രികളിലേക്ക് കിടക്കുന്ന എല്ലാ ഈ പറയുന്ന പ്രവർത്തകരെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ വലിയ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. സുരേഷ് ഗോപി അവിടെ ചെല്ലുന്നു. മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇദ്ദേഹം പ്രതികരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും ലൈവായിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ സുരേഷ് ഗോപി അവിടെയും കൈകൂപ്പി നൈസായിട്ട് മാധ്യമങ്ങളുടെ ഇടയിലൂടെ ഒന്നും മിണ്ടാതെ എങ്ങനെ പതിയെ വാഹനത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് കണ്ടത്. സത്യത്തിൽ സുരേഷ് ഗോപി ഇത്രയ്ക്ക് ഭീരുവാണോ എന്ന് തോന്നിപ്പോയി. സുരേഷ് ഗോപി തീർച്ചയായും മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. എന്നിട്ടും സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 27 ദിവസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലേക്ക് കാലെടുത്ത് വെക്കുന്ന സുരേഷ് ഗോപി തീർച്ചയായും കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തും, ഈ വ്യാജ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്തും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. കാരണം പൊതുവെ രേഖപ്പെടുത്തേണ്ടതാണല്ലോ. ഇപ്പൊ തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്ന രീതിയിലുള്ള പല ക്യാപ്സ്യൂളുകളൊക്കെ പൊതുവെ പലരും നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു പെട്ടിക്കടക്കാരനല്ല. അയാള് നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടിട്ടുള്ള ഒരു MP ആണ്. ഒപ്പം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. മാത്രവുമല്ല, ഈ ആക്രമിക്കപ്പെട്ടിട്ടുള്ള കന്യാസ്ത്രീകളും പുരോഹിതന്മാരും അവരൊക്കെ മലയാളികളായിരുന്നു എന്നേ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകളായിരുന്നു എന്നേ. അപ്പൊ തീർച്ചയായിട്ടും അയാൾ പ്രതികരിക്കേണ്ടതില്ലേ? അയാൾ പ്രതികരിക്കണം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും. മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനോട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ, പുരോഹിതർ ആക്രമിക്കപ്പെട്ട വിഷയത്തിലൊക്കെ എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കഴമ്പുണ്ടെന്നുള്ളതാണ്. കാരണം അവർക്ക് ഉത്തരം കിട്ടിയേ മതിയാകും. ഉത്തരം കൊടുക്കാൻ എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അയാൾ അത് കൊടുക്കേണ്ട ആള് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ഏക BJPയുടെ MP ആണ്. ഈ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ആളുകളൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ആക്രമണത്തിന് വിധേയരായിട്ടുള്ളത്. ഇനി വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ കൊണ്ടാണ്, കള്ള വോട്ടുകൾ കൊണ്ടാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ച് കൊണ്ട് വരികയാണ് പലരും. അത് തെളിയിക്കുന്ന പല വസ്തുതകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊതുവെ ജനങ്ങൾക്ക് അറിയേണ്ട ഈ വിഷയത്തിൽ എന്താണ് സുരേഷ് ഗോപിയുടെ സ്റ്റാൻഡ് എന്ന്. സുരേഷ് ഗോപിയുടെ സഹോദരന്, കുടുംബത്തിലുള്ള എല്ലാവർക്കും തൃശ്ശൂരിൽ വോട്ട് എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ? അപ്പോൾ ആ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഉത്തരം പറയണ്ടേ? അത്തരത്തിൽ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിച്ചിട്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുകയാണ് മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ മാത്രം ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായോ? സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മാന്യമായി ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം അദ്ദേഹം എവിടെ പോയാലും മാധ്യമപ്രവർത്തകർ കൂടെ വരും. കാരണം ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു വിഭാഗം മാധ്യമങ്ങൾ ഒരു പക്ഷേ ഇവർക്ക് വിധേയപ്പെട്ട് അങ്ങ് മാറി നിൽക്കുമായിരിക്കും. എന്നിരുന്നാലും ഒരു വലിയ വിഭാഗം മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്നും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കെതിരെ ഭീഷണി മുഴക്കിയത് കൊണ്ടോ, അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രോശിച്ചുകൊണ്ട് ക്ഷുഭിതനായി ചെന്ന് പേടിപ്പിച്ചുകൊണ്ടോ ഒന്നും കാര്യമായില്ല. ഇവിടെ ആവശ്യം ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമാണ്. എന്തുകൊണ്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സുരേഷ് ഗോപി മിണ്ടിയില്ല? എന്തുകൊണ്ട് സുരേഷ് ഗോപി ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ വീട് സന്ദർശിക്കാൻ പോയില്ല? അങ്ങയുടെ മണ്ഡലത്തിലുള്ള പുരോഹിതനെയാണല്ലോ ജാർഖണ്ഡിൽ ആക്രമിച്ചത്. എന്തുകൊണ്ട് ആ ജാർഖണ്ഡിൽ ആക്രമിക്കപ്പെട്ട പുരോഹിതന്റെ വീട് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഒരു ഇടപെടാനോ സുരേഷ് ഗോപി മുതിർന്നില്ല? അതുപോലെ തന്നെ എന്തുകൊണ്ട് വോട്ടുകൊള്ള വിഷയത്തിൽ താങ്കൾക്ക് പ്രതികരണമില്ല? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ? ഈ 3 ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി തീർച്ചയായും ഉത്തരം നൽകേണ്ടതാണ്. ഈ 3 ചോദ്യങ്ങൾക്കും
സുരേഷ് ഗോപി ഉത്തരം നൽകുന്നില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് ആ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ് താങ്കൾ പണി അറിയാവുന്ന ആർക്കെങ്കിലും, അതായത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമൊക്കെ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരാൾക്ക് ആ സ്ഥാനം കൈമാറുക എന്നുള്ളതാണ്. എന്നിട്ട് അറിയാവുന്ന പണിയായിട്ടുള്ള ആ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമാ പരിപാടി ഉണ്ടല്ലോ, അഭിനയം, അത് തന്നെ തുടരുക എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയിൽ പല ആളുകളും രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ, അല്ലെങ്കിൽ വി മുരളീധരൻ ആകട്ടെ, അല്ലെങ്കിൽ ജോർജ് കുര്യൻ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ, ഇവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പോ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട്, അല്ലെങ്കിൽ അവർക്കൊപ്പം എന്ന് പറഞ്ഞ് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പല ആളുകളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ ആ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് ആരാണോ ആരോപണ വിധേയൻ അയാൾ മറുപടി പറയേണ്ടതുണ്ട്. അത് താങ്കൾ ചെയ്യുന്നില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റുള്ള പലർക്കെതിരെയും ഒക്കെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് അവർ വ്യക്തമായി മറുപടി പറയാൻ വേണ്ടി അവർ തുനിയുന്നുമുണ്ട്. ഇപ്പൊ താങ്കൾക്കെതിരെ വരുന്ന മറുപടി, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് പാർട്ടി അധ്യക്ഷൻ അല്ലെങ്കിൽ മറ്റു പല ആളുകളും ഒക്കെയാണ് പറയുന്നത്. താങ്കൾക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ തന്നെ പറയണം. ഒരു കേന്ദ്രമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാനുള്ള അവകാശം കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾ മറന്നു പോകരുത്. മാത്രവുമല്ല, ഈ കസേരയിൽ, നമ്മുടെ കേന്ദ്രമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒരു പ്രജകളാണ്, ഞാൻ അങ്ങോട്ട് പറയുന്നതൊക്കെ മാത്രം അങ്ങ് കേട്ടാൽ മതി എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ്. ഇവിടെ ഇപ്പോഴും ജനാധിപത്യമാണ്, ഏകാധിപത്യമൊക്കെ മാറി സുരേഷ് ഗോപി എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അറിയാനുള്ള സ്വാതന്ത്ര്യം, ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ആക്രോശിച്ചുകൊണ്ട് വന്ന് വാ മൂടിക്കെട്ടാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ക്രൈസ്തവരുടെ ഭവനങ്ങൾ കയറി ഇറങ്ങി, ക്രൈസ്തവ അരമനകൾ കയറി ഇറങ്ങി, പള്ളികൾ കയറി ഇറങ്ങിയൊക്കെ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് കാണിച്ചുകൂട്ടിയ കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇത്രയധികം ക്രൈസ്തവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ആ ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താതിരുന്നത്? ഈ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വേട്ടകൾക്കെതിരെ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ഒരു അക്ഷരം മിണ്ടാത്തത്? എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ബജ്രംഗ് ദളിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്? ഒന്നോ രണ്ടോ ക്രൈസ്തവരല്ല രാജ്യത്തുടനീളം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. 4350 മുകളിൽ ക്രൈസ്തവരാണ് 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല? അത് ലോകസഭയിലാകട്ടെ അല്ലെങ്കിൽ രാജ്യസഭയിലാകട്ടെ, ഇരു സഭകളിലും ഇരുന്നിട്ടുള്ള വ്യക്തിയാണല്ലോ ഈ പറയുന്ന സുരേഷ് ഗോപി. അദ്ദേഹം ഈ ഇരു സഭകളിലും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ചർച്ചകളിൽ പോലും അദ്ദേഹം ശക്തമായ ഒരു വ്യക്തമായ സ്റ്റാൻഡ് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പോട്ടെ, ഇദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാൻ ഭയമാണ്, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാമല്ലോ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വൃത്തിക്ക് എഴുതിയിടാമല്ലോ, എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല എന്ന് അദ്ദേഹത്തിന് എഴുതിയിടാമല്ലോ. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തന്റെ സിനിമയുടെ പോസ്റ്റ് ഇടാനും മറ്റതും മറച്ചിടാനും ഒക്കെ മൂപ്പർക്ക് സമയമുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ, ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇതിപ്പോ ഈ വിഷയത്തിൽ മാത്രമാണോ? ഇദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങിയിരുന്നല്ലോ, ജാനകി എന്ന് പറഞ്ഞൊരു പടം, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പടം. എന്തായിരുന്നു ആ സിനിമ ഇറങ്ങിയപ്പോ ആ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉടലെടുത്ത വിവാദം? ജാനകി വി ആക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ ചർച്ച നടന്നപ്പോൾ ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി, ആ സിനിമയുടെ പേരിനെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ അങ്ങനെ കടന്നുകയറ്റം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കൂടെ നിന്നില്ലേ? അപ്പോഴും സുരേഷ് ഗോപിക്ക് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു? സുരേഷ് ഗോപിക്ക് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് ഒരു വിഷയത്തിലും ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോടോ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനോടോ നമുക്ക് യാതൊരു വിരോധമൊന്നുമില്ല. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, സുരേഷ് ഗോപി ഒരു മികച്ച നടനാണ്. അയാളുടെ സിനിമകൾ, അദ്ദേഹത്തിന്റെ പഴയ പല സിനിമകളും ഒക്കെ എന്റെ ഫേവറേറ്റ് ആണ്. അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാനും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് പൊലിപ്പിക്കാനും ഒക്കെ അറിയാം. പക്ഷെ അത് പൊളിറ്റിക്സിൽ വേണ്ട. പൊളിറ്റിക്സിൽ അത്തരത്തിലുള്ള അഭിനയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. ഇത് സിനിമയല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഇദ്ദേഹത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയ മറ്റേ ആരോപണങ്ങളൊന്നും അല്ലല്ലോ. ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്ന് ജയിച്ചത് മുതൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ആ വിഷയങ്ങളിൽ ഒന്നും സുരേഷ് ഗോപി ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല. എന്തായാലും മടിയിൽ കനമില്ല എന്നും അതുപോലെ തന്നെ കൈ ശുദ്ധമാണെന്നും ഒക്കെ എല്ലാവർക്കും നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.